പ്രേക്ഷകർക്ക് നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പേ ആയിട്ട് കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് കേരളത്തിൽ നിന്ന് പ്രഖ്യാപിച്ചിരുന്നു, ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ അധികാരത്തിൽ എത്തുമെന്ന്. ഇനി ഒരു വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്, മലയാള മണ്ണില് BJP വിരുദ്ധരായിട്ടുള്ള ആരെങ്കിലും ഇനി ബാക്കിയുണ്ടോ? ഈ ഒരു 35ന്റെ കണക്ക് പറഞ്ഞതിന് കെ സുരേന്ദ്രനെതിരെ ട്രോൾ ഉണ്ടാക്കാനും ആക്രമിക്കാനൊക്കെ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? പരമാവധി ആളുകൾ ആ 35ന്റെ കണക്കിന് അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ലേ? അവരൊക്കെ ഇപ്പോ എന്ത് പറയുന്നു? എന്നാലും ആ 35ന്റെ കണക്ക് കെ സുരേന്ദ്രൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കെ സുരേന്ദ്രൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞത് ഒരു 30-35 സീറ്റ് കിട്ടിയാൽ ഭരണം പിടിക്കുന്ന ആ കണക്കൊന്ന് പറഞ്ഞു. അതിപ്പോ സിന്ധുവിന് ഒരു സംശയം ഉണ്ടാവാൻ സാധ്യത. 35 സീറ്റ് കിട്ടുമോ? അല്ലാതല്ല, 35 സീറ്റിന്റെ അല്ല, 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? എനിക്കത് മനസ്സിലായില്ല. അല്ല, എന്റെ ചോദ്യം, ഈ ഭൂമി മലയാളത്തിൽ ആർക്കും സംശയമില്ല. 35 സീറ്റ്. ഞാൻ എന്റെ ചോദ്യം, ഇപ്പൊ അവിടെ രണ്ട് മുന്നണിയിൽ ഇരിക്കുന്നവരൊക്കെ വലിയ സന്തോഷത്തിൽ ഇരിക്കുന്നവരാണെന്നാണ് ധാരണ? ഒന്നുമല്ല, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കുക ഈ രണ്ട് മുന്നണിയിലും. ഇനി കോൺഗ്രസിനകത്ത് കുറെ ആളുകൾ ഇപ്പൊ ഇരിക്കുന്നുണ്ടല്ലോ, അല്ല വരുന്നത് രണ്ട് കഴിയട്ടെന്ന് വലിയ സന്തോഷത്തിൽ ഇരിക്കുകയാണെന്നാണോ കോൺഗ്രസിനകത്തെ പല? നിങ്ങൾ കേട്ടില്ലേ? ഈ പറഞ്ഞതിനാണ് ഇദ്ദേഹത്തെ വലിയ രീതിയിൽ ആളുകൾ ട്രോളിയിട്ടുള്ളത്. ഇതേ സമാനമായിട്ടുള്ള ഒരു സംഭവം അല്ലേ നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത്? മറ്റത്തൂർ പഞ്ചായത്തിലെ 25 അംഗങ്ങളുള്ള പഞ്ചായത്തിലെ 4 പേര് മാത്രമാണ് BJP വിജയിച്ചിട്ടുള്ളത്. അതേസമയം അവിടെ 8 കോൺഗ്രസ് മെമ്പർമാര് വിജയിച്ചിട്ടുണ്ട്, 2 സ്വതന്ത്രരും. അവിടെ സംഭവിച്ചത് നിങ്ങളൊക്കെ തന്നെ അറിഞ്ഞില്ലേ? 8 കോൺഗ്രസ് മെമ്പർമാരോ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ട് BJPക്ക് ഒപ്പം നിന്ന് ഒരു സ്വതന്ത്രയെ പിന്തുണച്ച് അവിടെ ഒരു ഭരണ സംവിധാനം വന്നിരിക്കുന്നു. BJPയും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുള്ള മെമ്പർമാരും കൂട്ടത്തോടെ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തില് മറ്റത്തൂർ പഞ്ചായത്ത് BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കണക്ക് വെച്ചിട്ട് കെ സുരേന്ദ്രൻ പറഞ്ഞതിനി ഒന്ന് ഓരോ ബോധമുള്ള മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ അങ്ങ് കടിച്ചു തൂങ്ങി നിൽക്കുക, മറ്റൊരു ഓപ്ഷനും ഇല്ലാഞ്ഞിട്ട്. ആരൊക്കെ ഇങ്ങോട്ടേക്ക് ചാടുമെന്ന വ്യക്തമായ കണക്ക് കൃത്യമായിട്ട് സുരേന്ദ്രന്റെ കയ്യിൽ ഉണ്ടായിട്ട് തന്നെയാ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് 35 സീറ്റ് കിട്ടിയാൽ കേരളം ഞങ്ങള് ഭരിക്കുമെന്നുള്ളത്. അന്ന് ട്രോളിയവരൊക്കെ ഇനി ഒന്ന് അടങ്ങി അങ്ങ് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സകല ആളുകൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞതുപോലെ, അതായത് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു കോൺഗ്രസ് നേതാവിനും ഒരു ഇടതുപക്ഷ നേതാവിനും ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം എന്താ അറിയോ? കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരു ആശയമില്ല, ഒരു അടിസ്ഥാനമില്ല, പ്രത്യേകിച്ച് ഒരു വിവരമില്ലാത്ത ആളുകളാണ് ഇതിന്റെ നേതാവ്. കക്കുക മുക്കുക നക്കുക, ഇതാണ് ഇവരുടെ ഒരു മെയിൻ ഏർപ്പാട്. രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇതാണ് ഇവരുടെ ഏർപ്പാട്. ഇപ്പോഴുള്ള ഒരു നേതാവ് ആണെങ്കിൽ ലോകം മൊത്തം ടൂർ അടിക്കണം എന്നുള്ള ലക്ഷ്യമായിട്ട് തായ്ലാന്റ്, മലേഷ്യ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു അടിസ്ഥാനമില്ലാത്ത സ്ഥലത്ത് നിന്ന് ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ആർക്കെങ്കിലും സാധിക്കൂല. കാരണം എന്താ? ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ മുതൽ നേതാക്കന്മാർ വരെ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകം, പാരമ്പര്യം, സംസ്കാരം ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാ ഇവർ ഈ പ്രസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിൽ അങ്ങനെ ഒരു ആശയമില്ല. ഇതൊന്നും എന്നോട് എന്തെങ്കിലും തോന്നിയിട്ട് ഒരു കാര്യമില്ല, ഇതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ഒന്ന് വിവേകത്തോടു കൂടി ആര് ചിന്തിച്ചാലും ഈ റിസൾട്ടിലേക്ക് വരും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ താമര വളരെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്കൊന്ന് നോക്കണോ? ഒരുപാട് ആളുകൾ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രം എന്താണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രീകരിച്ചത്, അതിലെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ എന്നൊക്കെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളാണ് അവരിങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ തോന്നുന്നത് പോലെ ചർച്ച നടത്തുക. അവർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് എന്തിനാണ് ഇത്ര പണിയെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ റിസൾട്ട് മനസ്സിലാവണമെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വരണം. ആ സമയത്ത് എല്ലാ ആളുകൾക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും
ഒരു കോർപ്പറേഷനിൽ അധികാരം പിടിക്കലല്ലായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ലക്ഷ്യം. മറിച്ച് ആ കോർപ്പറേഷൻ പരിധിയിലെ 5 സീറ്റും ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നടത്തിയത് എന്ന് സകല മലയാളികൾക്ക് മനസ്സിലാവും. അതിന് വരുന്ന നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വരണം. എങ്ങനെയാണ് അവിടുത്തെ റിസൾട്ട് എന്നും വളരെ ലളിതമായിട്ടൊന്ന് മുന്നോട്ട് വെക്കാം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തി. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അവിടെയുള്ള സകല ജനതയും കൃത്യമായിട്ട് ഉൾക്കൊണ്ടു. ലോകത്തെവിടെ ഇലക്ഷൻ നടക്കുകയാണെങ്കിലും ആരാണോ വിജയിക്കാൻ സാധ്യത അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടാവും. ഇപ്പോ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയോടും BJPയോടൊക്കെ താല്പര്യമുള്ള ആളുകളും കഴിഞ്ഞ ഇലക്ഷനുകളിൽ വരെ UDF LDF ആയിരിക്കും മാറി മാറി വോട്ട് ചെയ്യാം. കാരണം മറ്റൊന്നല്ല, ആരാണോ ജയിക്കാൻ സാധ്യത അപ്പൊ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടാവും. ഇത് ലോകമൊത്തുള്ളൊരു സംവിധാനമാണ്. ലോകത്തെല്ലാ സ്ഥലത്തും ഈ ഒരു തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരാറുണ്ട്. ഈ തിരുവനന്തപുരം മേയർ സ്ഥാനം BJPക്ക് കിട്ടിയതോടുകൂടി വരുന്ന നിയമസഭാ ഇലക്ഷൻ സമയത്ത് വളരെ വ്യക്തമാണ് ഭാരതീയ ജനതാ പാർട്ടി അവിടെ വിജയിക്കാൻ പോവുക എന്നുള്ളത്. കൃത്യമായി കൂട്ടത്തോടുകൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് വോട്ടെത്തും. ഇതൊക്കെ ഇന്ന് ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്നും ഒരു പരാതിയില്ല. നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ അന്ന് വന്ന് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അന്ന് മറുപടി പറയാം. കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. വരുന്ന നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പരിധിയിലുള്ള 5 നിയമസഭാ സീറ്റുകളിലും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അതിനുള്ള സകല നീക്കങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇതിനോടകം നടന്നു കഴിഞ്ഞു എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക. പിന്നെ 35ന്റെ കണക്ക് എങ്ങനെ യാഥാർത്ഥ്യമായി എന്നുള്ളത് മറ്റത്തൂരില് വളരെ വ്യക്തമാണ്. ഇനി ഒരു 35 അല്ല ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അധികം വൈകാതെ തന്നെ കേരളം ഭാരതീയ ജനതാ പാർട്ടി പിടിക്കുമെന്നുള്ളത് മലയാളികൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം മറ്റൊന്നല്ല, ഇടത് വലത് മുന്നണി എന്ന് പറയുന്നത് ഇവരൊക്കെ ഒരുമിച്ച് ഡൽഹിയിലെത്തിയാൽ ഒരുമിച്ച്, ഇവിടെ എത്തിയാൽ പാമ്പും കീരിയുമാണ് എന്നുള്ളതൊക്കെ മലയാളികൾ അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിലും ഇവിടെ UDF ഒക്കെ അധികാരത്തിലെത്തിയാൽ അവരെ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമി, ഈ പറയുന്ന SDPI പിന്തുണയോട് കൂടിയൊക്കെ എത്ര പഞ്ചായത്തുകളിലാണ് ഇപ്പോ UDF ഒക്കെ അധികാരത്തിൽ വരുന്നത്. ഒരു കാര്യത്തിൽ ഒരു തർക്കം ആർക്കും വേണ്ട കേട്ടോ. വരുന്ന നിയമസഭാ ഇലക്ഷനില് UDF എങ്ങാനുമാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ആ UDFനെ നിയന്ത്രിക്കുക SDPI, ജമാഅത്തെ ഇസ്ലാമി, ഇത്തരം ജിഹാദി സംഘടനകളായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. വരുന്ന നിയമസഭാ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഓരോ മലയാളിയെ സംബന്ധിച്ചും വളരെ ഗൗരവത്തിൽ നോക്കിക്കാണേണ്ട ഒരു ഇലക്ഷൻ തന്നെയാണ്. ജിഹാദികളുടെ നിയന്ത്രണത്തിലുള്ളൊരു ഭരണം വരാതിരിക്കേണ്ടത് ഇവിടെയുള്ള ബോധമുള്ള ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതും ഒരാളും മറക്കരുത്.